ഇങ്ങോട്ട് തിരിഞ്ഞാടാ. വിളിച്ചിട്ട് പോണവരും പറയുന്നില്ല. പള്ളിയിൽ പോകും, മോളിൽ പോയി ചിലപ്പോൾ കുർബാന കാണും. അപ്പം ഞാൻ കൂടും, ഇത് പോരും. ഉറങ്ങിപ്പോയി. എനിക്ക് വീഡിയോ എന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. ആൻസൂട്ടൻ ചുരുണ്ടു കൂടി കിടന്ന് ഉറങ്ങുമായിരുന്നു. വേണ്ട, ചില ആനകൾക്ക് ഇഷ്ടപ്പെടൂല. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ അവധിയൊക്കെ ആയിട്ട്, ശിവരാത്രി അവധിയൊക്കെ ആയിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. സ്ഥലത്തിന് പേരില്ല. നമ്മൾ നേരത്തെ ആരും അറിയിച്ചൊന്നുമില്ല. അപ്പം അവിടെയൊക്കെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണുകയൊക്കെ ചെയ്യായിരുന്നു, അറിയിക്കുമായിരുന്നെങ്കിൽ. ഞാൻ കാര്യങ്ങൾ വിട്ടുപോയി. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. കടയിലാണെങ്കിൽ ഇന്നലെ തിരക്കൊന്നും ഇല്ലായിരുന്നു. തിരക്കുണ്ടെങ്കിലും ശരി, തിരക്കില്ലെങ്കിലും ശരി, ഇന്ന് ചേട്ടൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. വേറെ എങ്ങുമല്ല, നമ്മൾ അൽഫോൺസ ടോംബിലാണ് പോകുന്നത്. ഭരണങ്ങാനം അൽഫോൺസ മ്യൂസിയത്തിൽ ചേട്ടൻ പോയിട്ടില്ല എന്നാ പറഞ്ഞു. പക്ഷെ നമ്മൾ പലതവണയും പോയിട്ടുള്ളതാ. ഞാൻ ആൻസോട്ടനെ എപ്പോഴും ഭരണങ്ങാനം പള്ളി പോകുന്നതാലടാ. ഞങ്ങളിങ്ങനെ അരിയത്ര പള്ളി വരുന്നിട്ട് ഭരണങ്ങാനത്തൊക്കെ പോകും. അല്ലെങ്കിൽ ഞങ്ങൾ പാലാ വന്ന് കീഴതടിയൂർ പള്ളിയിലൊക്കെ കയറിയിട്ട് ഭരണങ്ങാനം പള്ളിയിലൊക്കെ പോകും. അങ്ങനെയൊക്കെ ഞങ്ങൾ മിക്കവാറൊക്കെ വരുന്നത്. കുറെ കീഴതടിയൂരാ, തിരിച്ചു വരുമ്പോ കയറാം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അങ്ങോട്ട് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ അവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല ഹോട്ടലാണ് പള്ളിയിലെടുത്ത്. അവരവിടെ കയറി പറയാം. നമ്മൾ ഇന്നാളെ ഭക്ഷണം വിളിച്ചില്ലായിരുന്നോ, പൈസ അയക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവിടെ ആ ഭക്ഷണം കയറി കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നൊരാ പള്ളി കണ്ടിട്ടില്ല. ഒരു വലിയ പള്ളിയാണ്. ഓ അല്ലേ, അത് ഒരു കൈ പിടിച്ചോണ്ടിരിക്കണോ? ആൻസോട്ടിന് വന്ന വഴിക്ക് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തോട്ടെ. ആൻസോട്ടിൻ്റെ ഉള്ള ചെരുപ്പ് പോയി, പിന്നെ ഉള്ള ചെരുപ്പാണ് ഒരു സുഖമില്ല. ആൻസിന് ഇഷ്ടപ്പെട്ട ചെരുപ്പാണ് ആൻസിന് വാങ്ങിക്കൊടുത്തത്. ഓ, ഉടുപ്പിന് ചേരൂലോ ആഷ് കളറ്. ഓ, അത് കൊള്ളാലോടാ, അത് പൊളിച്ച്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പം ഏകദേശമൊക്കെ ഭരണങ്ങാനൊക്കെ എത്താറായിട്ടുണ്ട്. പിടകൊക്കെ കഴിഞ്ഞില്ലേ? പിടക് കഴിഞ്ഞില്ലേ? ഇനി കൊല്ലപ്പള്ളി അല്ലേ ഉള്ളൂ. മാനത്തൂര് കഴിഞ്ഞോ? ഓ പിന്നേനോ, ഇനി കൊല്ലപ്പള്ളി കഴിഞ്ഞാ മറ്റേ സ്ഥലം തള്ളിയതല്ല. നമ്മൾ ഏകദേശം പാല എത്താറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കൊല്ലപ്പള്ളി ആയില്ലേ? ഇതേ കൊല്ലപ്പള്ളി ആയി. കൊല്ലപ്പള്ളി കഴിഞ്ഞാ പിന്നെ മറ്റേ സ്ഥലത്തിന്റെ പേരങ്ങ് വിട്ടുപോയി, കിട്ടുന്നില്ല. ഇപ്പൊ വരാറില്ല. നമ്മൾ സ്ഥിരം വരാതെ ആകുമ്പോ നമ്മൾ മറന്നു പോകും. തൊട്ടടുത്ത സ്ഥലത്തിന്റെ പേര് വരെ എനിക്ക് അറിയാവുന്ന ആളുകൾ വരെ മറന്നു പോകും. അങ്ങനെയാ, പെട്ടെന്ന് മറന്നു പോകും. കൊല്ലപ്പള്ളി, പിന്നെ അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ നിന്ന് എങ്ങാണ്ട് കണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഉണ്ടടാ. അപ്പൊ പാലായില് വേറൊന്നുമില്ല. ഇതൊരു പഴയ ഒരു വീട്, തറവാട്. എനിക്ക് ഇഷ്ടമാ. ചേട്ടന്റെ വീട് പോലെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്നാടാ? ആ വീടൊക്കെ കഴിഞ്ഞു പോന്നു. എന്നാ ശ്രദ്ധിച്ചില്ല കേട്ടാ. അത് കഴിഞ്ഞു പോന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നേ. ഇത് അന്തീനാടാ. അന്തീനാട് അമ്പലം. ആ ശരിയാ. ചിലപ്പോ വേറെ ഏതെങ്കിലും കാവിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലേസിൽ നിന്നുള്ള ഘോഷയാത്രയായിരിക്കും. അപ്പോൾ തൊടുപുഴ പാല റൂട്ടില് വീടൊക്കെയുള്ള വിദേശത്തുള്ളവർക്കൊക്കെ കാണാൻ പറ്റും നാട്.
ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ ഞങ്ങളുടെ നാട് കണ്ടതിൽ ഒത്തിരി സന്തോഷം എന്നൊക്കെ. ശബരിമല 89 കിലോമീറ്റർ ഇവിടുന്ന്. ആ ഈ സ്ഥലത്തിന്റെ പേരാണ് പ്രവിത്താനം. നമ്മളതിലാണോ പോണേ? പ്രവിത്താനം MKM ഹോസ്പിറ്റൽ. ഇവിടെ എങ്ങാണ്ട് 3 കിലോമീറ്ററേ ഉള്ളു. 3 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളു ഭരണങ്ങാനം. എനിക്കറിയാം. 3 കിലോമീറ്റർ അല്ല, അത് കൂടുതലുണ്ടല്ലോ. ആര് പറഞ്ഞു? ആ കുറച്ചാ ഉള്ളന്നേ. പല വഴി പോണ ശരിക്കും നമ്മള് ചുറ്റാ. അങ്ങനെ നമ്മൾ പാലായിലേക്ക്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞപ്പോ വണ്ടി ഓടിക്കാനൊന്നും പറ്റൂല. എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. വണ്ടി വേറെ വണ്ടി കൊണ്ടൊക്കെ വലിയ വണ്ടി ആന്ധ്രാപ്രദേശ്, ബോംബെ അങ്ങനെയൊക്കെ അത് ഞാനും കയറി വരാം കേട്ടോ. കയറി വരാന്ന് വണ്ടി ഓടിക്കാൻ അറിയാമെന്നിരിക്കണം. അല്ല ഒരാൾ തന്നെയല്ല, നമ്മൾ കാണാൻ പാടില്ല. ഇതില് ഈ പെണ്ണുങ്ങളൊക്കെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. 2-3 ഡ്രൈവർമാരാണ് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. ഞാൻ ചേട്ടനെ അങ്ങ് ദുബായ് വരെ കൊണ്ടുപോകാം. ആ വണ്ടി വരുന്ന അത്ര പന്തി അല്ലായിരുന്നല്ലോ. എനിക്കറിയാം അതൊക്കെ. പേരയ്ക്ക, ചുമല പേരയ്ക്ക ഇച്ചിരി വാങ്ങിച്ചരുവോ? ശരിയാ, റോഡിന് നല്ല വീതിയുണ്ട്. അങ്ങോട്ട് ചെല്ലുന്നവർ ചെറുതായി പോവും. വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ചേട്ടൻ കോട്ടുവായി ഇടരുത്. ചേട്ടൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഭരണങ്ങാനം പള്ളിയില്? എന്നിട്ടും മ്യൂസിയത്തിൽ കയറിയിട്ടില്ല? അറിയില്ലായിരുന്നു. പോണവരും അറിയില്ലല്ലോ. വിളിച്ചോണ്ട് പോണവരും പറയുന്നില്ല. പള്ളി പോകും, മോളിൽ പോയി ചിലപ്പോ കുർബാന കാണും. അപ്പൊ ഞാൻ കൂടും, ഇത് പോലും. നേർച്ച വാങ്ങാറുണ്ട് അവിടെ നിന്ന് നെയ്യപ്പം. അങ്ങനെയല്ലെന്നേ, കാശ് കൊടുത്ത് വാങ്ങണ നേർച്ച. കുഞ്ഞുണ്ണിയപ്പം 30 രൂപ എങ്ങാണ്ടായിരുന്നു ഒരു പാക്കറ്റിന്. അത് വാങ്ങാറില്ലേ? നല്ല ടേസ്റ്റാ. ഇതൊന്നും അറിയാൻ വല്ലാണ്ടായിട്ടും പോയാ. ഇതെന്തുവാ ചേട്ടാ ഈ കുപ്പർത്തീനോ പുണ്യവാന്റെ കുരിശടി എന്നും പറഞ്ഞ 2 കിലോമീറ്ററാ. ഇവിടെ നിന്ന് അങ്ങോട്ടാണോ? ആരായിരിക്കും കുപ്പർത്തീനോ പുണ്യവാൻ? അച്ചായന്റെ അടുക്കള, തീറ്റ കുടി ബഹളം. അവിടെ എഴുതി വെച്ചേക്കുന്ന. ആൻസ് എന്തുവാടാ ഈ പറയണേ? അവനങ്ങനെ ഇപ്പൊ പാട്ട് പാടാൻ മഴ പെയ്യോ? അത് ഈ സമയത്തൊക്കെ 3 മണിക്ക് ആയപ്പോ ചൂടാണെങ്കിൽ കുറച്ച് ദിവസം നിന്ന സംഗതി തീരും. എന്നാലും ഇതേ പഠിപ്പിച്ച ഫോൺ അപ്പൊ വലിയ ഫോണായിരുന്നോ? ഇതാ അല്ല സാധാ ഫോൺ. പിന്നെ എന്റെ ഫോൺ ഇതിനകത്ത് പറ്റണില്ല. ഈ ഫോണ് ഏതാ? ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. എപ്പോ? എന്റെ ആ ഫോണിന്റെ അടിയിൽ ഇത് കൊണ്ട് പിടിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പിടിക്കൊക്കെ ഇതാവൂല. എന്നെ പിടിപ്പിച്ചോണ്ട് ഇതല്ല മറ്റത്തല്ലേ, ഇത് ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റും. അത് തിരിക്കാലോ. തിരിക്കാൻ പിടിപ്പിക്കാം. പിന്നെ ഇതിങ്ങ് പറിച്ചിട്ട് ഇവിടെ ഒട്ടിക്കാം. എങ്ങനെ? ഇതിങ്ങ് പറിച്ചിട്ട് ഇവിടെ ഒട്ടിക്കാം. അങ്ങനെ പറ്റില്ല. ആ KSRTC പോയത് കണ്ടോ? ഞാൻ കണ്ടാലേ. എന്താ കണ്ടേ? പാലക്കാട്
നീട്ടിപ്പുണ്ട്. കുപ്പർത്തീനോ കുരിശടി ഇതില് 300 മീറ്റർ അറിയില്ലടാ, നന്നായിരിക്കും. അങ്ങനെ നമ്മൾ പാലായിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റുമാനൂർ ടെമ്പിളിലേക്ക് 18 കിലോമീറ്റർ. ആ വഴി, ഈ വഴി കീഴതടി വരെ ചെറിയ അലമാരി കേട്ടാ. അതെന്താ അലമാരി അല്ലടാ, കുഞ്ഞി അലമാരി. അതെ അതെ, അല്ല അല്ല അല്ല, അലമാരിയാ, കുഞ്ഞലമാരി. അതാരായിരിക്കൂലേ പണിയിപ്പിച്ചത് ഇത്രയും കുഞ്ഞലമാരി? അത് കൊള്ളാമല്ലോ, തേക്കാണല്ലോ. ആ തടി കണ്ടോ? അങ്ങനെ പല KSRTC സ്റ്റാൻഡ്, ജോസ് തിയേറ്റർ ഒക്കെ അടുത്തിരിക്കുകയാണ്. പാല KSRTC സ്റ്റാൻഡ്. അതിലല്ലല്ലോ അല്ലേ ബസ്? ഇതാണ് ഗവർണറിന്റെ ഓഫീസ്. ഒത്തിരി കാലമായിട്ടോ ഇതിൽ വരേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യൻ കോഫി ഹൗസ് അതിന്റെ താഴെയാ. നമുക്ക് എന്തെങ്കിലും ആവശ്യം അതിനപ്പുറത്തെ ബൈപ്പാസ് കൂടെ പോകും. ആ ശരിയാ. അപ്പൊ ഈ ഭരണങ്ങൾ പോകുന്നോണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ വന്നത്. ഇതിൽ വരില്ലല്ലോ. എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ വീടുണ്ട് മൂന്നാനിയില്. മൂന്നാനി ഇവിടെ ഇനിയും പോണം. ഇപ്പൊ ഞാൻ ഈ റോഡ് വന്നിട്ട് ഒത്തിരി നാളായി, വർഷങ്ങളായി. അതെന്നാ വണ്ടിയാടാ? ചാൾസോ? ചാളയാ? ഫ്ലാറ്റ് ക്ലാസ്സോ? അതാ പറഞ്ഞ സി. ഇവിടെ എങ്ങോട്ടൊക്കെ ആയിരുന്നു കോടതിയൊക്കെ, മറന്നുപോയി. അതിന്റെ വഴിയൊക്കെ വീഡിയോ എടുക്കോ ഡാൻസ് കൂട്ട. അങ്ങനെ നമ്മൾ ഭരണങ്ങാനം റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ഭരണങ്ങാനത്ത് എന്നിട്ട് എടുക്കാം, ചുമ്മാ വഴി തന്നെ എന്തോരം ദൂരം. അങ്ങനെ നമ്മൾ ഭരണങ്ങാനം അൽഫോൻസ ടോംബിലെത്തി. അതാണ് അൽഫോൻസാമ്മയുടെ കബറിടം. താഴെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അൽഫോൻസ മ്യൂസിയത്തിലേക്ക് പോവാണ്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അൽഫോൻസ ഒരു വീഡിയോ വിഷ്വൽ മ്യൂസിയം ഉണ്ട്. അവിടെ നമ്മൾ കയറിയില്ല കേട്ടോ. നമ്മൾ നേരെ പോകുന്ന അൽഫോൻസാമ്മ താമസിച്ച മഠത്തിലേക്കും അൽഫോൻസാമ്മ താമസിച്ച മുറി ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഭരണങ്ങാനം സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച്. ഈ പള്ളിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അൽഫോൻസാമ്മയുടെ മൃതശരീരമൊക്കെ കൊണ്ടുവച്ചത് അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുമൊക്കെയായ ഒരു പള്ളിയാണ്. ഇത് കൂടാതെ നമ്മുടെ മഠത്തിലും വേറൊരു മഠം കപ്പേള വേറെ ഒരെണ്ണമുണ്ട്. മഠത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ ആ മഠത്തിൽ തന്നെ ഇപ്പോഴും സിസ്റ്റേഴ്സ് താമസിക്കുന്നതൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പം അൽഫോൻസാമ്മ താമസിച്ച ആ ഒരു 2 ബ്ലോക്ക് മാത്രം. അപ്പം അൽഫോൻസാമ്മയുടെ മഠവും മ്യൂസിയൊക്കെയാണ് കേട്ടോ ഇത്. ഈരാറ്റുപേട്ട പാലാ റൂട്ടിലാണ് ഭരണങ്ങാനം മഠവും ഭരണങ്ങാനം പള്ളിയും ഒക്കെ കാണുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നും പാലായ്ക്ക് പോകുമ്പോൾ ഇടത് സൈഡിലാണ് മ്യൂസിയം. ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്. എല്ലാവരും അൽഫോൻസ ടോംബിൽ വന്നിട്ട്, അതായത് അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരികെ പോകാറാണ് പതിവ്. പക്ഷേ ആരും പറഞ്ഞു കൊടുക്കാറില്ല ഇങ്ങനെ ഒരു മ്യൂസിയവും അൽഫോൻസാമ്മ താമസിച്ച മഠവും ഒക്കെ മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ എല്ലാം കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അൽഫോൻസാമ്മയുടെ ചെറുപ്പത്തിലെ തന്നെ കുടുംബത്തിലെ അപ്പൻ്റെയും അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ ഉള്ളൊരു ഫോട്ടോ ഉള്ളൊരു ആർട്ട് ഗാലറിയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. അപ്പോൾ അവിടെ കാണുന്ന അൽഫോൻസാമ്മയ്ക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. 36 വയസ്സ് വരെയാണ് ജീവിതം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ നല്ല ഒരു വിശുദ്ധയായ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഇതാണ് അൽഫോൻസാമ്മയുടെ അവസാനത്തെ ഫോട്ടോ, അതായത് കല്ലറയിലേക്ക് എടുക്കും മുൻപുള്ള ഫോട്ടോയാണ്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് കഴിയും നമുക്ക്. അപ്പോൾ ഭാരതത്തിൽ നിന്നുള്ളൊരു വിശുദ്ധ, അതും പ്രത്യേകിച്ചൊരു മലയാളി വിശുദ്ധയായത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.
അതുകൊണ്ട് തന്നെയാണല്ലോ അൽഫോൻസാമ്മയുടെ, അതിൻ്റെ തെളിവാണ് അൽഫോൻസാമ്മയുടെ പേരിലുള്ള ഫോട്ടോ ആലേഖനം ചെയ്ത നാണയങ്ങളും സ്റ്റാമ്പുകളും ഒക്കെ ഇറക്കപ്പെട്ടതും. അപ്പം അത്രയേറെ പുണ്യവതിയായി മാറിയ നമ്മുടെ ഇടയിൽ നിന്നും പോയ ഒരു മലയാളി എന്ന നിലയിലും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പം ഇത് അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളുടെ ഒരു രൂപരേഖയാണ്. ഇത് കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു വിശദമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അൽഫോൻസാമ്മയുടെ മുറി, അങ്ങനെ അൽഫോൻസാമ്മയുടെ താമസിച്ച മുറിയിലേക്ക് കടക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. നമുക്കിവിടെ വീട് അടുത്തായതുകൊണ്ടാണല്ലോ നമുക്കിവിടെയൊക്കെ ഒന്ന് പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് അൽഫോൻസാമ്മ താമസിച്ച മുറിയും ആ പുണ്യവതിയുടെ കട്ടിലൊക്കെയാണ്. ചെറിയ പണ്ടത്തെ കോട്ട്, ചകിരിക്കയറ് കൊണ്ട് കെട്ടിയ കട്ടിലാണ്. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അൽഫോൻസാമ്മ പറഞ്ഞ വചനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അൽഫോൻസാമ്മയുടെ ഒരു രൂപം ചില്ലുകൂട്ടിലൊക്കെ ആയിട്ട് അവിടെ കാണാനായിട്ട് കഴിയും. അതിനുശേഷം അവിടെ നിന്ന് നേരെ കിടക്കുന്നത് അൽഫോൻസാമ്മ താമസിച്ച മറ്റൊരു മുറിയിലേക്കാണ്. അപ്പോൾ ഇത് മച്ചൊക്കെയുള്ളൊരു മഠമാണ് കേട്ടോ, കന്യാസ്ത്രീ മഠം എന്ന് പറയില്ലേ, മച്ചൊക്കെയുള്ളൊരു പഴയ, യാതൊരു മാറ്റവുമില്ലാതെ തന്നെയാണത് ഇന്നും പോകുന്നത്. അപ്പം അവിടെ അൽഫോൻസാമ്മയെ അടക്കം ചെയ്തപ്പോഴുള്ള അതേ ഭാവത്തിലും അതേ ഷേപ്പിലും അതേ രീതിയിലും തന്നെയായിട്ടുള്ള ഒരു പ്രതിമ കാണാനായിട്ട് കഴിയും. അത് ഒറിജിനലാണെന്ന് തോന്നിപ്പോകും, അത്രയേറെ ഭംഗിയുള്ളതാണ്. കൊന്തയും കുരിശും ഒക്കെ കയ്യിൽ കൊടുത്ത്, അതുപോലെ തവിട്ട് കളറിലുള്ള ഡ്രസ്സായിരുന്നു, ഉടുപ്പായിരുന്നു, തിരുവസ്ത്രമായിരുന്നു അൽഫോൻസാമ്മ അണിഞ്ഞിരുന്നത്. അതായത് ത്രേസ്യ പുണ്യവതി അൽഫോൻസാമ്മയ്ക്ക് ദർശനം കൊടുത്ത ഇടമാണ് ഈ ഒരു മുറി. അതുപോലെ ചാവറ അച്ഛനും അൽഫോൻസാമ്മയ്ക്ക് ദർശനം കൊടുത്തുവെന്നും ഒറ്റ രാത്രി കൊണ്ട് അൽഫോൻസാമ്മയുടെ അസുഖമൊക്കെ മാറിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, മരണത്തിന് തൊട്ട് മുൻപായിട്ട്. അപ്പോൾ ഇതാണ് അൽഫോൻസാമ്മ ഉപയോഗിച്ച സാധനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ മ്യൂസിയത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ മരുന്ന് കുപ്പികളും ഡിഷും പേനയും ബുക്കും പെൻസിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എഴുതിയ അൽഫോൻസാമ്മയുടെ കൈ അക്ഷരമാണ് അത്. ഞാൻ ആൻസൂട്ടനോട് പറയുമായിരുന്നു, നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല വടിവത്ത അക്ഷരമായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1910 മറ്റെയാണ് അൽഫോൻസാമ്മ ജനിച്ചത്. അപ്പോൾ അത്രയും 46 മരിച്ചത്. അപ്പോൾ 36 വയസ്സുള്ളപ്പോഴാണ്, 36 വയസ്സ് വരെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയുള്ളൂ. അപ്പോൾ അൽഫോൻസാമ്മയുടെ ഉടുപ്പാണ് കേട്ടോ, പണ്ടത്തെ ചീട്ടിത്തുണി എന്നൊക്കെ പറയും നമ്മളെ നാട്ടിലൊക്കെ. കോട്ടൻ്റെ പഴയ രീതിയിലുള്ള മെറ്റീരിയലാണത്. അപ്പോൾ ഞാനത് വളരെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഓരോ പാത്രങ്ങൾ, ചൂലുകൾ, അതുപോലെ മുറിയൊക്കെ തൊട്ട് വൃത്തിയാക്കുന്ന ചൂലുകളൊക്കെ. അതുപോലെ പായാണ്, തഴപ്പായ കൈതപ്പായ എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ അത്. തഴപ്പായ ഇപ്പോൾ ഒന്നും കാണാനില്ല. അതുപോലെ തന്നെ അൽഫോൻസാമ്മയായിട്ട് ബന്ധപ്പെട്ടവരുടെയൊക്കെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ അത്. ഒരുപാട് ഫോട്ടോയെ അൽഫോൻസാമ്മ അത്ര നാളും ജീവിച്ചെങ്കിലും വളരെ കുറച്ച് വർഷങ്ങളെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കാനുണ്ടെങ്കിൽ ഒന്നും തന്നെ കാണത്തില്ല, സത്യം പറയാലോ. അപ്പോൾ ഇത് ഒരു പുണ്യവതി ആയതിൽ യാതൊരു അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഖബറിടത്തിൽ നിന്നും കല്ലറയിൽ നിന്നും അൽഫോൻസാമ്മയെ എടുത്ത് സൂക്ഷിച്ച, അതായത് 1957 മറ്റോ ആണ് ഖബറിടം പൊട്ടിച്ച് വീണ്ടും എടുത്തത്. അത് 85 വരെ സൂക്ഷിച്ചത് ആ ഒരു പെട്ടിയിലാണ്. ആ പെട്ടിയും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുമത പ്രകാരമായിട്ട് RC ഒരു നിയമപ്രകാരമായിട്ട് നമ്മുടെ തിരുശേഷിപ്പ്, അതായത് അസ്ഥി കഷണങ്ങൾ തിരുശേഷിപ്പ് എന്നാ പറയുക. അപ്പം അതൊക്കെ ഇങ്ങനെ കുരിശിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു
പതിവുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊന്തയുടെ ഭാഗങ്ങൾ, തലമുടി, പൂച്ചെണ്ടിൻ്റെ ഭാഗങ്ങൾ, അന്ന് കല്ലറയിലടക്കിയത്. അപ്പോൾ ആൻസൂടൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് അൽഫോൻസാമയെ ഇങ്ങനെ ഒരു വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു, അൽഫോൻസാമയ്ക്ക് എങ്ങനെ ഇത്രമാത്രം പേര് വന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, അൽഫോൻസാമയെ അടക്കിക്കഴിഞ്ഞ് അൽഫോൻസാമയോട് ഇഷ്ടപ്പെട്ട കുറേ കുട്ടികളുണ്ടായിരുന്നു. കൊച്ചു കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ദിവസവും കല്ലറയിൽ പോയി പൂവൊക്കെ വെച്ച്, അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട അൽഫോൻസാമ മരിച്ചതിൽ അവർക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നും കല്ലറയിലൊക്കെ പോയി പൂവൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ നേടിക്കിട്ടിക്കൊണ്ടിരുന്നു. വയ്യാതിരുന്ന കുട്ടിക്കൊക്കെ വയ്യായികയൊക്കെ മാറിക്കിട്ടി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. അതൊരു തെളിവായിട്ട് സാക്ഷ്യമായി മാറി. ആ സാക്ഷ്യം കൊടുത്ത് വത്തിക്കാനിലൊക്കെ നൽകിയാണ് അൽഫോൻസാമ ഇതുപോലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ അൽഫോൻസാമ നല്ലൊരു തുന്നൽക്കാരി കൂടിയായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള ആർട്ട് വർക്ക് തുണിയിൽ ചെയ്തിരിക്കുന്നതാണ്, എംബ്രോയ്ഡറി വർക്ക്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. മരുന്ന് കുടിച്ച പാത്രം, മഷിക്കുപ്പി, അങ്ങനെ ഓരോ പാത്രങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഇത് അൽഫോൻസാമ ഉപയോഗിച്ചത് എന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത. അന്നത്തെ കാലത്തെ മെറ്റീരിയൽസൊക്കെ കാണാൻ കഴിയുക, അതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂർവികരുടെ ഒന്നും അങ്ങനെ അധികാരം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടം കൂടി നമുക്ക് കാണാനൊരവസരം, ഒരു ചരിത്രം കാണാനൊരവസരം, അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. അൽഫോൻസാമയുടെ ഭൗതിക ശരീരം 57 കല്ലറയിൽ നിന്നും പുറത്തെടുത്തതാണ്. അപ്പോൾ അസ്ഥിയും അതുപോലെ അങ്ങനെയൊക്കെ തലയോട്ടിയൊക്കെ ആയിട്ട് മാറിയ ഒരു ചിത്രമാണ് നമുക്കതിൽ കാണാനായിട്ട് കഴിയുക. അങ്ങനെ ഇതാണ് അൽഫോൻസാമയുടെ മഠത്തിലെ ചാപ്പൽ. ഇതാണ് കേട്ടോ മഠത്തിലെ ചാപ്പൽ. അതാണ് അത്. നമ്മൾ ഇനി റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അൽഫോൻസ ടോംബിലേക്ക് പോവുകയാണ്. അപ്പം ചേട്ടനാണെങ്കിൽ പതുക്കെ സംസാരിക്കാനും അറിയത്തില്ല, പതുക്കെ നടക്കാനും അറിയത്തില്ല. ചേട്ടൻ അങ്ങ് വിട്ടടിച്ച് ഓടും, പായും കുതിര, ഓടും കുതിര എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും ഓടിച്ചെന്ന്. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നടന്നല്ലേ പോയത്. അപ്പോൾ തിരിച്ചു പോവുകയാണ്. പിയാത്ത ശില്പമാണ് കേട്ടോ. പിയാത്ത ശില്പം എവിടെ കണ്ടാലും ഞാൻ അപ്പക്കുട്ടൻ ചേട്ടനെ ഓർക്കും. കേരളത്തിലെല്ലാ പിയാത്ത ശില്പങ്ങളും ഉണ്ടാക്കിയത് അപ്പക്കുട്ടൻ ചേട്ടനായിരുന്നു. അപ്പോൾ ഇവിടെ ആരുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് അൽഫോൻസ ടോംബ്, അതായത് ഖബറിടം. അൽഫോൻസാമ ഇപ്പോഴടക്കിയ ഖബറിടം. അവിടെ ഒരു പള്ളിയും പണിതിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നേർച്ചയാണ്, നെയ്യപ്പമാണ്. നെയ്യപ്പം എന്ന് പറയുമ്പോൾ ചെറിയ നെയ്യപ്പമാണ്, ഉണ്ണിയപ്പത്തിനേക്കാൾ വളരെ ചെറിയ നെയ്യപ്പം. അപാര ടേസ്റ്റാണ്. ഒരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. നമ്മളത് 5 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അൽഫോൻസ ടോംബ് കാണുന്നത്. അൽഫോൻസ ഖബറിടത്തിലേക്കുള്ള വഴിയാണ്. വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവേ എന്നും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അൽഫോൻസാമയുടെ ഖബറിടത്തിലായിരുന്നു കുർബാന ഉണ്ടായിരുന്നത്. ഇതൊരു മീൻ കുളവും അതുപോലെ തന്നെ കാൽവരി മൗണ്ടൊക്കെയാണ് കാണുന്നത്. ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വളരെ ഭംഗിയാണ്. അത് കാണുമ്പോൾ നമ്മുടെ അരുവിത്തുറ പള്ളിയിലും ഇതുപോലെയുണ്ട്. അപ്പോൾ സെമിനാരിയും അതിനോടനുബന്ധിച്ചുള്ള ധ്യാന കേന്ദ്രവും അങ്ങനെയുള്ള എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ചേട്ടനിത് 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നല്ലാതെ എപ്പോഴും നമ്മൾ മിക്കപ്പോഴും പോകുന്നത് ആൻസൂട്ടനാണെങ്കിൽ അവിടെയുള്ള പക്ഷിക്കൂട് കാണണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ആൻസൂട്ടനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ വീഡിയോ പിടിച്ചു. ഇവിടെ നിൽക്കടാ, ഞാൻ ഒറ്റയ്ക്കാടാ. നീ ഇങ്ങോട്ട് വാ. ഒറ്റയ്ക്ക് അവന് പുറകിലിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണത്. കാർ എവിടെ എടുക്കണം? അപ്പോൾ ചേട്ടാ ഇവിടെ നിൽക്കും. അപ്പോൾ അതാ ഭരണങ്ങാനം പള്ളിയിലെ നേർച്ചയാണ് കേട്ടോ. ഒരു പാക്കറ്റിന് 20 രൂപ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ നമ്മൾ 20 രൂപയ്ക്ക് ഒട്ടും നഷ്ടമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, ജീരകമൊക്കെ ഇട്ട്. നമ്മളപ്പം ഇനി അടുത്തത് കിഴതടിയൂർ പള്ളി പാല, അവിടെയും കയറിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. മുതലാളി ഇവിടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുകയാണ്. കണ്ണിനൊക്കെ വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം. അയ്യോ
അടുത്ത പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പാലാ കീഴതടിയൂർ പള്ളി. പാലാ കിഴതടിയൂർ സെൻറ്റ് ജോസഫ് ചർച്ച്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയും പോലെ അന്തിനാട് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അവിടെ ഹരിപ്പാട് നവദർശനയുടെ നാടകമായിരുന്നു തോന്നുന്നു ഉണ്ടായിരുന്നു. അതൊന്നും കാണാൻ നിന്നില്ല. മറ്റൊന്നുമല്ല, ഞാനൊരു ആനപ്രേമിയാണ്. എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആനകളെ 2 ആനക്കുട്ടന്മാരിങ്ങനെ കൊമ്പന്മാർ നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആനപ്രാന്ത് ചേട്ടനറിയാം. ചേട്ടൻ വണ്ടി നിർത്തി തന്നു. ഞങ്ങൾ ചാടി ഇറങ്ങി ആനയുടെ മുമ്പിൽ പോയി നിന്ന് ഞങ്ങൾ വീഡിയോയൊക്കെ പിടിച്ചു. അപ്പോൾ ഒന്ന് ഗുരുവായൂർ ഗോപികൃഷ്ണനായിരുന്നു, ഒന്നൊരു പരമേശ്വരനായിരുന്നു. വലവൂർ പരമേശ്വരനായിരുന്നു എന്ന് തോന്നുന്നു ആനയുടെ പേര്. എന്താണെങ്കിലും അവിടെ നിന്ന് കുറേ നേരം അങ്ങ് ആനയെ കണ്ട് മതി വരുവോളം അങ്ങ് ആസ്വദിച്ചു. എന്താണെന്നറിയില്ല, തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനെയും അതുപോലെ മംഗലാംകുന്ന് കർണനെയൊക്കെ കണ്ടതോടുകൂടിയാണ് ഞാൻ ഈ ആനപ്രേമി ആയത് കേട്ടോ. അത് മറ്റൊരു സത്യമായ കാര്യമാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. ആനസൂട്ടനാണെങ്കിൽ ഉത്സവം ആദ്യമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ ഉത്സവത്തിലാണെങ്കിൽ അവിടെ വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അധികം നേരമൊന്നും നിന്നില്ല, ഏകദേശം ഒരു 1 മണിക്കൂറോളം നമ്മൾ നിന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആനകളെ കണ്ട് 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 നിൽക്കുന്ന നോക്ക് സുന്ദര കുട്ടന്മാർ. അതിൽ അങ്ങറ്റത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഗോപികൃഷ്ണൻ, ഗുരുവായൂർ ഗോപികൃഷ്ണനാണെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റത് വലവൂർ പരമേശ്വരൻ. അപ്പോൾ ഇവന്മാരെന്താണെന്നറിയോ, വീഡിയോ എടുക്കാമെന്ന് ഇപ്പോൾ പോസ്റ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടൽ സിസിലിയയിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അമ്മച്ചിക്കുള്ള ഫുഡ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകും. ചേട്ടനാണെങ്കിൽ അപ്പുറത്ത് വാഷ്റൂം വരെ പോയതാണ്. ആൻസൂട്ടനാണെങ്കിൽ പകുതിയോടെ വന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. എനിക്ക് വീഡിയോ എന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. ആൻസൂട്ടൻ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുമായിരുന്നു സീറ്റിൽ. ആൻസൂട്ടന് പണ്ട് മുതലേ ഈ ഉറങ്ങുന്ന ശീലം ഉള്ളതാണ്. തന്നെ പിച്ചു അതൊക്കെ നോക്കിക്കേടാ, അതിനകത്തൊക്കെ എന്നൊക്കെ ഫുഡ് ഉണ്ടെന്ന് നമുക്കറിയാം. അയ്യാ മടുത്തു. Sweet corn veggie soup, sweet corn chicken soup, hot and sour veggie soup, hot and sour chicken soup, cream of tomato, cream of chicken, cream of mushroom, veg clear soup. അതെല്ലാം എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം മൊത്തം പിടിക്കും. അങ്ങനെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ആണ് വാങ്ങിയത്. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടൻ അവന് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങത്തുള്ളൂ. ആഹാരം പാഴാക്കുന്നൊരു സ്വഭാവമൊന്നുമില്ല കേട്ടോ. അവന് ആവശ്യമുള്ളത് മാത്രം വാങ്ങും, അത് മൊത്തം കഴിക്കും. ഞാനൊക്കെ അങ്ങനെയല്ല, ഞാനൊക്കെ കൂടുതൽ വാങ്ങിയിട്ട് അവസാനം ബാക്കി വരുന്നൊരു കൂട്ടത്തില്ല. പക്ഷെ അത് ശരിയല്ലെന്നറിയാം. അങ്ങനെ ഫുഡൊക്കെ നമ്മളങ്ങനെ പോയി വീട്ടിലെത്തിയിരിക്കുകയാണ്. അമ്മച്ചിക്കുള്ള പാഴ്സലൊക്കെ കൊടുത്തി. പ്രാവശ്യത്തെ കള്ളപ്പ് ചെറുതാട്ടോ ചേട്ടാ. അതെ പൊട്ടിയില്ല. കള്ളപ്പവും ബീഫ് കറി അമ്മച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് ഇച്ചിരി ബീഫ് കറി ഉണ്ട് എനിക്ക് കോളേജിൽ കൊണ്ടുപോകാൻ. ബീഫായി, ചേട്ടൻ്റെ ആൻസൂട്ടന് ചിക്കനായി. പിന്നെ പഴുത്തൊന്നും ഞാൻ ചേട്ടൻ പോയി നോക്കി, പഴമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബാസ്കിമോന് ഇച്ചിരി ചോറ് കൊടുക്കണം. എടാ ഈ ബാസ്കിമോന് ഇച്ചിരി ചോറ് കൊടുത്തേടാ. അപ്പോൾ ഉണങ്ങ് വച്ചേ ചേട്ടാ. പോ ബാസ്കിമോന് കഞ്ഞി കൊടുക്കാൻ. പിന്നെ ഉണ്ട് ചേട്ടനെ കാണാനാണ് നോക്കിയിരിക്കുന്നത്. ചെല്ലടാ ചോറ് എടുക്കാം, ഞാൻ വീഡിയോ പിടിക്കുക. പിന്നെ ഞാൻ വന്ന വഴി ഇതേ ചോറ് അരി ഇട്ടിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെക്കണം. പിന്നെ രാവിലെ എഴുന്നേൽക്കണം. അത്രയേ ഉള്ളൂ. കറിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് പൂവിനങ്ങ് കൊടുത്തായിരുന്നു. അതിനകത്ത് എന്നോട് വെള്ളം ഒഴിച്ച് വെച്ചേക്കണോ? അതെ വൈനി ആടിപ്പോയി. വാരി കൊടുക്കാൻ കയ്യിൽ നക്കി കാണിച്ചു തരുക. കയ്യിൽ അത് ചുണ്ട പൊട്ടിച്ച്. ഓ ഈ ബാസ്കി അങ്ങോട്ട് കൊഞ്ചൽ കുടുക്കയായി മാറിയല്ലോ. ബാസ്കിന് വാരി കൊടുക്കാൻ പറഞ്ഞ് കൈ കൊണ്ടുപോയി മോന്ത മുട്ടിച്ച് കാണിച്ചു കൊടുത്തു. എൻ്റെ പൊന്നോ വയനാട്ടിൽ നാട്ടിൽ വെക്കുക എൻ്റെ പൊന്നു ബാസ്കിവേ. എന്നാ
തിന്നണ ഞാൻ കയറി പോട്ടെ വേടാ കുടിക്കാൻ വെള്ളം ഉണ്ടായിനാ പാകം. ഇത് ചെറിയ ചൂടുണ്ട് അപ്പം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ കൊള്ളാവോ? ഈ ബീഫ് കറി ചൂടുള്ളതുകൊണ്ട് പോകില്ല അല്ലേ? ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കടാ ആ കുപ്പിക്കകത്തേക്ക്. നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെങ്കിലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ ഭരണങ്ങാനം പള്ളിയിൽ പോയപ്പം ശിവരാത്രിയുടെ ഉത്സവം കൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അല്ല ഡാൻസൂട്ടന് ആദ്യമായിട്ടാണ് ഒരു ഉത്സവമൊക്കെ കൂടുന്നത് അല്ലേ? ആനയെ കണ്ടോ? അടുത്ത വെച്ചുണ്ടോ? ഗുരുവായൂർ ഗോപികൃഷ്ണനും പരമേശ്വരനും വളവൂർ പരമേശ്വരനും. എന്താണെങ്കിലും ആന ഇങ്ങനെ പോസ് ചെയ്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതുകൊണ്ട് ആനയെ അങ്ങ് പെരുത്തി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിതാ ഭരണങ്ങാനം പറയുന്ന നെയ്യപ്പം വാങ്ങിച്ചു. ചെറിയ നെയ്യപ്പട്ടാ കണ്ട നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭരണങ്ങാനം പള്ളിയിലെ നേർച്ച. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷ പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ ചാട്ടാ ബൈ ഇവിടെ ബൈ.